ഹായ് ഫ്രണ്ട്സ്, സുഖമല്ല എല്ലാവർക്കും? പിന്നെ എന്നാണ്ട് വിശേഷങ്ങൾ? ഞാൻ ഒന്ന് മൂന്നാർ വരെ വന്നിരിക്കുക, ഗസ്റ്റുമായിട്ട് വന്നതാണ് ഇവിടെ. എന്തായാലും നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥ, നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ്, മഴയില്ല, മഴ മാറി നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ഒന്ന് കറങ്ങി നടക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. നല്ല നല്ല കാലാവസ്ഥ. ഓക്കെ, ഇത് പിന്നെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എപ്പോൾ വേണേലും മറിയാം. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഞാൻ ഒരു വിഷയം നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ വന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വീഡിയോസ് കണ്ടു. നമ്മുടെ മലയാളികളാണല്ലോ ഏറ്റവും കൂടുതൽ ഇതര രാജ്യങ്ങളിലേക്കോ ഇതര സംസ്ഥാനങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന മലയാളികളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ട കുറച്ച് ഇൻസിഡൻറ്റ്സ്, അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാം, ഷെയർ ചെയ്യാം എന്നോർത്ത് അങ്ങനെ വന്നതാണ്. വേറൊന്നുമല്ല, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ പഠിക്കുന്നതിനോ ചെല്ലുമ്പോൾ അവിടുത്തെ ഭാഷ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അത് നമ്മൾ സംസാരിക്കണം എന്നവർ ഫോഴ്സ് ചെയ്യുകയും അതിൻ്റെ പേരിൽ നമ്മളെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന ചില വീഡിയോസ്, ചില ഇൻസിഡൻറ്റ്സ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ തോന്നിയത്, നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാനുള്ള അവകാശം ഉള്ളതായിട്ടാണ് എൻ്റെ അറിവ്. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ? അതോ ഇനി ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അവരുടെ ഭാഷ നമ്മൾ സംസാരിക്കണം എന്ന് എന്തെങ്കിലും റൂളുണ്ടോ? അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയാൻ വയ്യ. അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്കിലും ഇത് വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ചില ആൾക്കാരെ വളരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് മനസ്സിലായി. അതായത് ഇനി അഥവാ ഈ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരെ ഏതെങ്കിലും രീതിക്ക് എതിർത്ത് സംസാരിക്കുന്നവനെ അവരുടെ ഏതെങ്കിലും ഒരു സംഘടനകൾ ഉള്ള ആൾക്കാർ കൂട്ടമായിട്ട് വന്ന് അവനെ പിടിച്ചു നിർത്തി ടോർച്ചർ ചെയ്ത് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന ചില വീഡിയോസും നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കേരളത്തിൽ ഒത്തിരി ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഇവിടെ മലയാളികൾ ആരും നമ്മുടെ ഭാഷ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനോ അതിൻ്റെ പേരിൽ അവരെ ടോർച്ചർ ചെയ്യാനോ നമ്മളാരും പോയിട്ടില്ല. അങ്ങനൊരു ഇൻസിഡൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇന്നേ വരെ. ഓക്കെ, നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളിൽ ബോർഡ് നമ്മൾ മലയാളത്തിൽ നിന്ന് മാറ്റി നമ്മൾ ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വരുന്ന അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിക്കുന്നവർ അവർക്കൊരു സഹായമായിക്കോട്ടെ എന്നോർത്താണ് നമ്മൾ മലയാളികൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മനോഭാവം, കാഴ്ചപ്പാടുകൾ അതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ അവരുടെ ഭാഷ അടിച്ചേൽപ്പിക്കുക, അങ്ങനെയുള്ള അതിൻ്റെ ഭാഷയുടെ പേരിൽ ടോർച്ചർ ചെയ്യുക, ഇങ്ങനെയുള്ള ഇൻസിഡൻസ് എന്തുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്നു? എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ പ്ലീസ്. ഓക്കെ, താങ്ക് യു.